ഇന്നുണ്ടല്ലോ ഒരു അടിപൊളി പൂവ് പരിചയപ്പെട്ടാലോ. എൻ്റെ ഈ ഡ്രസ്സിൻ്റെ ഒരു കളർ ലാവണ്ടർ ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന, കണ്ണിന് നല്ല നല്ല എന്താ പറയുന്ന ഒരു ക്യൂട്ട്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു കളറാണല്ലേ ലാവണ്ടർ കളർ. അപ്പം ആ ലാവണ്ടർ കളറിലുള്ള അന്ന് അധികം ആരും കണ്ടിട്ടില്ലാത്ത നല്ല വലിപ്പത്തിലുള്ള ഒരു പൂവ്, അത് നിൽക്കുന്നത് ആ ചെടിയിൽ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അത് ഒരു പൂവല്ല, ഒരു കൂട്ടം പൂക്കളാണ്. അതിൻ്റെ പൂക്കളും എന്താണ് അതിൻ്റെ മൊട്ടുകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിങ്ങനെ നിറയെ വിരിഞ്ഞ് നിൽക്കണം കണ്ടപ്പോൾ ഞാൻ രാവിലെ തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ ഉച്ച കഴിയുമ്പോഴത്തേക്കും നല്ല സൂര്യപ്രകാശമാണെന്നുണ്ടെങ്കിൽ ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് ഈ പൂ വാടാൻ തുടങ്ങും. സൂര്യൻ ഉദിച്ച് വരുന്ന സമയത്ത് ഇത് നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കും, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ആ പൂക്കളെ, ആ ചെടിയെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അത് പേര് കേട്ടാലേ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ആൾക്കാരുടെ മൈൻഡിലേക്ക് വരില്ല ആ ഒരു പേര്. കാരണം അത്രത്തോളം ഒരു ഡിഫറെൻറ്റ് പേരാണ് ആ ചെടിയുടേത്. തമ്പർവേൽ എന്നാണ് ആ ചെടിയുടെ പേര്. അപ്പം എന്തായാലും നമുക്ക് ആ ചെടി ഒന്ന് കാണാം. പൊന്നു മക്കളെ, ഇതാണ് ആ ചെടി. ഇത് കണ്ടോ, ഇപ്പം ഈ സമയമായപ്പോൾ തന്നെ ചെറുതായിട്ട് വാടാൻ തുടങ്ങി പൂക്കളൊക്കെ. ഇതിന് 1-2 ദിവസമായി ഈ പൂക്കളുടെ ആയുസുള്ളൂ കേട്ടോ. അപ്പം ഇത് കണ്ടോ, നിറയെ തേനീച്ചകളും അതേപോലെ തന്നെ ചെറിയ ചെറിയ ഇൻസെക്ട്സുകളും തേൻ കുടിക്കാനായിട്ട്, അതേപോലെ പൂമ്പാറ്റകളൊക്കെ രാവിലെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു പൂവിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് പൂമ്പാറ്റകളെയും തേനീച്ചകളെയൊക്കെ പെട്ടെന്ന് ആകർഷിക്കാനുള്ള കഴിവുണ്ടെന്നുള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു വള്ളിച്ചെടിയാണ്. വള്ളിച്ചെടി എന്ന് പറഞ്ഞാൽ ഇത് കാട്ടിലൊക്കെയാണ് കൂടുതൽ, കാട്ടിൽ, നദീതീരങ്ങളിൽ, അതേപോലെ കടൽ തീരങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും വളരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, വളരെ വണ്ണമുള്ള തടിയിലാണെങ്കിൽ പോലും ഈ ഒരു ചെടിക്ക് ചുറ്റിപ്പിണഞ്ഞ് കയറാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. ഇത് വണ്ണം വയ്ക്കുന്തോറും, ഇത് വലുതാകും തോറും, പ്രായമാകും തോറും ഇതിൻ്റെ തടി നമ്മൾ ആ തണ്ടുകൾക്ക് നല്ല ബലം വയ്ക്കും, വണ്ണം വയ്ക്കും. അപ്പോൾ അതാണ് ഈ ക്ലൈംബിംഗ് ചെടിയുടെ പ്രത്യേകത. അപ്പോൾ ഈ പൂക്കളൊന്ന് കണ്ടു നോക്കണേ, ഭയങ്കര ഭംഗിയാണ്. ഇത് ചെടി നിറയെ ഇങ്ങനെ പൂക്കളുണ്ടായി നിൽക്കാൻ. പോരാത്തതിന് ഇന്നലെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരു കിടിലം മഴയും കിട്ടി. വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല സൂപ്പർ മഴയായിരുന്നു. അത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കുന്നതിനേക്കാട്ടിലും ഒരു പ്രകൃതി തന്നെ കൊടുക്കുന്ന ഒരു മഴയിൽ നിന്നും ചെടികൾക്കൊരു വ്യത്യസ്തതയാണ് അല്ലേ. നമ്മൾ മനുഷ്യർ കൊടുക്കുന്ന വെള്ളവും മഴയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലേ. അപ്പോൾ ചെടികളെല്ലാം നല്ല ഫ്രഷ് ആയിട്ട് അങ്ങ് നിൽക്കുകയാണ്. നമ്മൾ എല്ലാ ദിവസവും നനയ്ക്കുന്നതാണ്, എന്നാലും മഴ കിട്ടുമ്പോഴത്തേക്കും അതിനൊരു ഫ്രഷ്നെസ് വേറെയാണ്. അപ്പോൾ ഇതിൻ്റെ മൊട്ടുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, വിടരാറായി നിൽക്കുന്ന മൊട്ടുകളാണ് ഇതൊക്കെ കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈകുന്നേര സമയത്ത്, നമ്മൾ രാത്രി സമയത്തൊക്കെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാ പറയുക, ഈ പൂച്ചയുടെ ഒക്കെ കണ്ണ് നമ്മൾ രാത്രിയിൽ ഇങ്ങനെ കാണില്ലേ എന്ന് പറഞ്ഞ മാതിരി ഒരു വെളിച്ചം പോലെ ഇതിൻ്റെ പൂക്കൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഒരു ഗ്ലേസിങ് ഈ മൊട്ടുകളുടെ മുകളിലുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ പൂക്കൾ രാവിലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വിരിയും. ഇതിനുള്ളിലൊരു മണി പോലെ അകത്തേക്കുണ്ട്. ഒരു ലാവണ്ടർ ഷെയ്ഡിലാണ് പൂക്കളുടെ പുറം ഭാഗം വരുന്നത്, ലൈറ്റ് ലാവണ്ടർ. ഉള്ളിലേക്ക് കുറച്ച് ഡാർക്ക് കളറിലാണ് പൂക്കൾ ഇരിക്കുന്നത്. ഇലയാണെങ്കിൽ തന്നെ ഒരു ഹൃദയാകൃതി, നമ്മുടെ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പാണ് ഇതിൻ്റെ ഇല വരുന്നത്. ഇത് ക്ലൈംബിംഗ് ചെടിയാണെങ്കിൽ തണ്ടുകൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ക്ലൈംബിംഗ് ചെടിയല്ല. ഇതിൻ്റെ തണ്ടുകൾക്കൊക്കെ അത്യാവശ്യം ബലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും പൂക്കളെയൊക്കെ ഇത് ചെയ്യുന്നതല്ലേ. കണ്ടോ, ഒരു തണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിറയെ പൂക്കളും അതേപോലെ തന്നെ നിറയെ മൊട്ടുകളുമാണ്. അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട്. പല ഗോത്രവർഗ്ഗക്കാരും ഇതിൻ്റെ ഇലകളൊക്കെ അരച്ച് നമ്മൾ സ്കിൻ സംബന്ധമായ അസുഖങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ വിത്തുകളെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഇതിൻ്റെ ഇലകളെ കുറിച്ചിട്ടും ആധുനിക ഗവേഷണത്തിലൊക്കെ പരീക്ഷണങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും നമുക്ക് റിസൾട്ടുകളൊന്നും ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതൊന്നും അല്ല ഇവിടെ പറഞ്ഞത്. ഈ പൂക്കളുടെ ഭംഗിയാണ് നമ്മളെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്ത്. ഇപ്പം ഞാനിട്ടേക്കുന്ന ഡ്രസ്സും നോക്കിക്കേ, ഈ പൂവിൻ്റെ കളറും സെയിം ആണ് കേട്ടോ, കറക്റ്റ് കളറല്ലേ. അപ്പോൾ എനിക്ക് ഈ പൂക്കൾ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് നമ്മളെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന പൂക്കളാണ് ഈ ഒരു ലാവണ്ടർ ഷെയ്ഡ് കളറുകളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് വെള്ള കളറും വരാറുണ്ട്, ലാവണ്ടർ ഷെയ്ഡും വരാറുണ്ട് കളർ. ഇതിനിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ അടഞ്ഞു തുടങ്ങും കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഇത് വിരിയത്തുള്ളൂ. 1-2 ദിവസം ഇതിന് ആയുസ് ഉണ്ടാവുള്ളൂ പൂക്കൾക്ക്. പക്ഷേ ഉണ്ടാകുമ്പോൾ നിറയെ പൂക്കൾ ഉണ്ടാവും. കാരണം ചുറ്റിനും മൊട്ടുകളായതുകൊണ്ട് തന്നെ ഈ പൂക്കൾ പോയാൽ അടുത്തടുത്ത പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കും. അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട്. അപ്പം നിങ്ങൾ ഇതിൻ്റെ ഈ ചെടി കണ്ടിട്ടുണ്ടോ, നിങ്ങളുടെ വീട്ടിൽ ഈ പൂക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.